ന്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. രാഘവൻ താപദേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരും ചെയ്തു. കൈകേയിയാക്കിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമിത്യമാർന്നു പോകാനായി പുറപ്പെട്ടു. ഖേദമകളെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. പൗരജനങ്ങൾ അന്നേരം സുമന്ത്രനും ചെറ്റയോദ്യാഭിമുഖം ഗമിച്ചിട്ടതാ. തെറ്റെന്നു തെക്കോട്ടു തന്നെ നട കൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കഴിഞ്ഞതി കുണ്ഠിതന്മാരായി പുരി പൂക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം
ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോട് ചേർന്ന് ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാതിവിദൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമുലെ സുഖേനെ വാണിടിനാർ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ വനയാത്രയാണ് നാം ഇന്ന് ശ്രവിച്ചത്. ഇതിഹാസ പുരുഷനായ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് വനയാത്ര. തികച്ചും വേദനാജനകമായ സന്ദർഭമാണിത്. ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കുന്നതറിഞ്ഞ് രാജ്യമൊന്നാകെ ആനന്ദഭരിതമായി. എന്നാൽ കൈകേയിയുടെ ആഗ്രഹപ്രകാരം ദശരഥ മഹാരാജാവ് ശ്രീരാമനെ 14 വർഷം വനവാസത്തിനായി അയക്കുന്നു. വനയാത്രയ്ക്കായി വൽക്കലം ധരിച്ച് പുറപ്പെടുന്ന സീതാരാമ ലക്ഷ്മണന്മാരെ കണ്ട് അയോധ്യയിലെ പൗരജനങ്ങളും സസ്യജന്തുജാലങ്ങളും ദുഃഖിതരായി. അവരുടെ ദുഃഖം അകറ്റുന്നതിനായി ശ്രീരാമദേവൻ രാമസീതാ രഹസ്യം വെളിപ്പെടുത്തുന്നു. സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയും ശ്രീരാമൻ ഭഗവാൻ നാരായണനാണെന്നും ദേവകാര്യാർത്ഥം മനുഷ്യരൂപം ധരിച്ചതാണെന്നുമുള്ള സത്യം മനസ്സിലാക്കിയ പൗരജനങ്ങൾ സന്തുഷ്ടരാകുന്നു. താതകൽപ്പന ശിരസാവഹിച്ച് സിംഹാസനം ഉപേക്ഷിച്ച് പുത്രധർമ്മം നിർവഹിക്കാൻ തയ്യാറാകുന്ന ശ്രീരാമചന്ദ്രനെ നമുക്കിവിടെ കാണാം. ഒരു വ്യക്തി തൻ്റെ കടമകൾ സന്തുഷ്ടിയോടെ ഹൃദയശുദ്ധിയോടെ അനുഷ്ഠിക്കണമെന്നും ജീവിതയാത്രയിൽ സത്യം, ധർമ്മം, സൗമ്യത, ആദരവ് എന്നിവ പുലർത്തി മുന്നോട്ടു പോകണമെന്നും ശ്രീരാമചന്ദ്രൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഭൗതിക ജീവിത സുഖദുഃഖങ്ങളെയെല്ലാം സമഭാവനയോടെ കാണുമ്പോൾ ഏതു സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്കാകും എന്ന യാഥാർത്ഥ്യമാണ് ശ്രീരാമദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വനയാത്ര, പിതൃവചന പാലനം, ധർമ്മനിഷ്ഠ, ത്യാഗം, സഹോദര സ്നേഹം, വിശ്വാസം എന്നിവയുടെ മഹത്തായ മാതൃകയാണ്. ഓം നമഃ ശിവായ.